ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. കാനഡയിലെ ടൊറൻഡോ എയർപോർട്ടിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഞാൻ UK പോവുകയാണ്. 2023 ഞാൻ UK വിസ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് UK വിസ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ UK വിസ എടുത്തു. ഇപ്പോൾ UK വിസ എന്ന് പറയുന്നത് EVC ആണ്. മുന്നേ നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഫസ്റ്റ് 6 months ആണ് കിട്ടുക. സോ എനിക്ക് 6 months മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നേരെ ഇവിടെ നിന്ന് സ്കോട്ട്ലൻഡിലേക്കാണ് പോകുന്നത്. ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത്. പിന്നെ എഡിൻബർഗിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഫ്രണ്ട്സ് വരും പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ കാനഡയിൽ ഞാൻ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായില്ല. ഒരു 2-3 ആഴ്ചയോളം ഞാനിവിടെ ഉണ്ടായി. പക്ഷേ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല. വളരെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് കുറച്ച് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായി. ആ എക്സ്പ്ലോർ ചെയ്തു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം അങ്ങനെ ഞാനങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി UK ലൈക്ക് സ്കോട്ട്ലൻഡിലും അയർലൻഡ് പോകുന്നുണ്ട്, വെയിൽസ്, ഇംഗ്ലണ്ട് എല്ലാവിടെയും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം വീഡിയോസ് കണ്ടിന്യൂസ്ലി എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. എനിക്കൊരു അത്യാവശ്യമുണ്ട് നാട്ടിൽ. ഒരു പേഴ്സണൽ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. പക്ഷെ നാട്ടിലേക്ക് പോയാലും അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ ഞാൻ അടുത്ത പുതിയ പ്ലാനിങ് ചെയ്യുകയാണ്. അഫ്ഗാനിസ്ഥാൻ പോകണോ അതോ സൗത്ത് സുഡാൻ പോകണോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എനിക്കറിയില്ല, കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള കൺട്രീസിൽ പോകാമെന്ന് ഓർത്തിരിക്കുകയാണ്. കുറച്ച് അഡ്വഞ്ചർ, കുറേ നാളായി ഒരു അഡ്വഞ്ചർ പിടിച്ചിട്ട്. അപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ഏതെങ്കിലും കൺട്രീസിലേക്ക് പോകണമെന്ന് ഓർത്തിട്ട് പുതിയ പ്ലാനിങ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് എല്ലാം ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇവിടുത്തെ സമയം 10 മണിക്കാണ് ടേക്ക് ഓഫ് ആയത്. എന്നിട്ട് എത്തുന്ന സമയം അവിടുത്തെ 10 മണിക്കാണ്. 10 മണിയല്ല, 9:45 ആ ഒരു ടൈമിലാണ് ഞാൻ അവിടെ എത്തുന്നത്. അവിടുത്തെ മോർണിംഗ് ടൈം. ഒരു 6 hours ജേർണി ഉണ്ട് ഫ്ലൈറ്റിൽ. ഡയറക്റ്റ് ഫ്ലൈറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് മാറുന്നല്ലോ. ഇവിടെ അതാ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചിക്കനും വെജും ആണ് ഉള്ളത്. അപ്പം ഞാൻ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. ചിക്കനും മഷ്റൂംസ്, ഓണിയൻസ്, പിന്നെ എന്തൊക്കെയോ ബീൻസൊക്കെ ഇട്ടിട്ടുള്ള ചീസൊക്കെ ഇട്ടുള്ളത്. പിന്നെ സാലഡ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ബട്ടറും ബ്രെഡും ഉണ്ട്. ഇതെന്തോ ഒരു സ്നാക്കാണ് തോന്നുന്നത്. പ്യുവർ ബട്ടർ എഴുതിയിട്ടുള്ള ഒരു ടൈപ്പ് കേക്ക് പോലത്തെ ബട്ടർ കേക്കാന്ന് തോന്നുന്നു. ബട്ടർ കേക്ക് പോലത്തെ ഒരു സാധനം. കണ്ടിട്ട് കൊള്ളാം, ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫൈനലി ഞാനിതാ സ്കോട്ട്ലൻഡ് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു സ്കോട്ട്ലൻഡ്. ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് UK ഭാഗമായിട്ടുള്ള കൺട്രിയാണ്. സോ നല്ല ടയർഡായിട്ടുണ്ട്. ഉറക്കം കുറച്ച് നേരമൊക്കെ ഉറങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എങ്ങനെയൊക്കെയോ ഉറങ്ങിയിട്ടുണ്ടായി. ഒരു 6 മണിക്കൂർ കൂടുതൽ, 6:45 ഇതുണ്ടായിരുന്നു തോന്നുന്നു. 6:45 മണിക്കൂർ ഉണ്ടായി തോന്നുന്നു ഫ്ലൈറ്റ്. സോ ഫ്രണ്ട്സ് വരാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ പകുതി ഉറക്കപ്പിച്ചിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ എമിഗ്രേഷനൊക്കെ ഈസി ആയിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ വരുന്നുണ്ടായില്ല. അപ്പോൾ ഡയറക്റ്റ് മനുഷ്യന്മാരുടെ അടുത്തേക്ക് വിട്ടു. അപ്പോൾ പോയപ്പോൾ തന്നെ എന്താണ് പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് ചോദിച്ചു. ടൂറിസം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഇത്ര രാജ്യത്ത് പോയിട്ടുണ്ട്, ഇത്രാമത്തെ രാജ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഓ നൈസ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോദ്യം ഉത്തരമൊന്നുമില്ല, വാവ് എന്ന് പറഞ്ഞിട്ട് ഫിംഗർ പ്രിൻറ്റ് വെച്ചു. അപ്പം തന്നെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. എൻജോയ് യുവർ ടൈം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ വിട്ടു. കുറേ രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു അടിപൊളി കാര്യം ഇതാണ്. എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും. ഈ ഇന്ത്യൻ പാസ്പോർട്ട് ആണെങ്കിൽ പോലും റേസിസം കംപ്ലീറ്റ്ലി കുറവായിരിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ അങ്ങോട്ട് തന്നെ ചിരിച്ച് ഭയങ്കര പൊളൈറ്റായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും. സോ എനിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു റേസിസം, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് തീരെ കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാൻ. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ് അപർണ, എന്തുണ്ട് വിശേഷം? അപർണയ്ക്ക് ഭയങ്കര ക്യാമറ ഷൈ ആണ് കേട്ടോ. സോ ഇത് അപർണ എൻ്റെ ഫ്രണ്ടാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 6 years ആയി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ് എല്ലാം? എന്നോടൊന്നും ചോദിക്കണ്ട. ഓക്കെ, എന്നാ വേറെ 2 പേരും കൂടെ ഉണ്ട്. ഹായ്, എന്തുണ്ട് വിശേഷം? ഇത് ഹാഷിം, സിസിലി. സോറി. ഇവിടെ എന്താ ചെയ്യുന്നേ?
നീ വർക്ക് ചെയ്യുന്നു പക്ഷെ റെസ്റ്റോറന്റ് സൂൺ ഓപ്പണിംഗ് ആന്ന് കേട്ടു. ഇത് ഞാൻ എപ്പോ ഓപ്പൺ ആവും? എനിക്ക് ട്രൈ ചെയ്യാനുള്ള ടൈം കിട്ടോ? ഫുഡ് പെട്ടെന്ന് ഞങ്ങൾ പരമാവധി അരുണിമ വരണം, ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം, ഫുഡ് കൊടുക്കണം കരുതി. പക്ഷെ എന്തായി, ഇയാള് പെട്ടെന്ന് വന്നിങ്ങാണ്ട് 10-ാം തീയതി അല്ലേ എടുത്തത്, 12-ാം തീയതി പോകും. 12-ാം തീയതിയാണ് ഞങ്ങൾ ഉദ്ഘാടനം. പക്ഷെ എന്തെങ്കിലും ഞങ്ങള് കൊടുക്കും. അത് മതിയല്ലോ, നമ്മുടെ കട നമ്മൾ തന്നെ ഇനാഗ്രേറ്റ് ചെയ്യണല്ലോ. സോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇവിടെ നമ്മൾ കുറേ നേരം തപ്പി നടന്നു. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ പുറത്ത് കാണാൻ. ശരിക്കും സ്വിറ്റ്സർലൻഡിൻ്റെ പോലെ ഒരു ടൈപ്പ് സ്ഥലമാണ് ഈ സ്കോട്ട്ലൻഡ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്താ ഉള്ളത് നോക്കട്ടെ, എന്നിട്ട് ഓർഡർ ആക്കണം. ഇവിടെ കേക്ക്സ് പാസ്ട്രീസ് ഒക്കെ കാണുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ച് ഞാൻ അതിലൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സമാധാനമായി? വിശക്കണം എന്ന് പറഞ്ഞാൽ കുറെ നേരമായിട്ട് ഇരിക്കണായിരുന്നു. ഇപ്പൊ സെറ്റായി, ഇപ്പൊ ഒരു എനർജി ആയി അല്ലെ, സംസാരിക്കാനൊക്കെ എനർജി ആയി. മറ്റത് നമ്മള് ഫിഷും ചിപ്സും ആണ് കേട്ടോ കഴിച്ചത്. അവിടെ ഒരാൾ ബർഗർ കഴിച്ചു, ബാക്കി എല്ലാവരും ഫിഷും ചിപ്സും കഴിച്ചത്. ഇനി അടുത്ത് നമ്മൾ ഏത് സ്ഥലത്തേക്കാ പോകുന്നത്? അറിഞ്ഞൂടാ, ഏതോ അടിപൊളി സ്ഥലത്തേക്കാ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. പോകുന്ന വഴി നോക്ക്, നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. ഇവിടെ മൊത്തം നമ്മളുടെ മറ്റേ വട്ടവടയും മറ്റേ മുട്ടക്കുന്നില്ലേ വാഗമണിലൊക്കെ ഉള്ള അതുപോലെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലം കാണുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, കവ എന്ന് പറഞ്ഞിട്ടുള്ള. ആ കവ ഐലൻഡ് ആണ്. ആ ഐലൻഡ് പോലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ വെള്ളമില്ല. ആ വെള്ളമുള്ള ഏരിയ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് കേറാൻ പറ്റുമോ? ലൈക്ക് ഇങ്ങനെ റെസ്ട്രിക്ഷൻ ആയിരിക്കും അല്ലേ? അതിനായിട്ടുള്ള സ്ഥലങ്ങളിൽ എൻട്രി ഫീ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹൈക്കിംഗ് ഇല്ല. പക്ഷെ സാധാരണ ഇപ്പൊ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ എല്ലായിടത്തും എൻട്രി ഫീ അല്ലേ? ഇവിടെ അങ്ങനത്തെ സംഭവമല്ല. ഇവിടെ അങ്ങനെയല്ല. പക്ഷെ ഇത് നമ്മളെ UK-ലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഉള്ളത്. അപ്പൊ കൊടുമുടി എന്നതിന്റെ പേര്, അതായത് കൊടുമുടിയാണ് മറ്റേ സാധനം ബെന്നവിസ് പറഞ്ഞിട്ട്. നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പോ പോണത് ഗ്ലെൻകോ ഹൈലാൻഡ്സ്. ആ മൗണ്ടൈൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ തന്നെ നമ്മള് പോണ്. അങ്ങോട്ടൊക്കെ ഫുൾ ഇവിടെ ഈ ഒരു മൗണ്ടൈൻസ് ആണ്. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ബിൽഡിങ്സ് ഒന്നും കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ പച്ചപ്പ് കാണുന്ന സമയത്ത് മൈൻഡ് ഭയങ്കര റിലാക്സിങ് ആണ്, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര റിഫ്രഷിങ് ആണ്. അങ്ങോട്ടൊക്കെ മൗണ്ടൈൻസ് മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഈവൻ പെട്രോൾ നേരത്തെ കഴിഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ തന്നെ നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടില്ല. അത്രയും കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ തന്നെ കിട്ടിയത്. കാരണം ഇവിടെ മൊത്തം ഇങ്ങനെ ഗ്രീനറിയും ഫുൾ പൈൻ ട്രീസും ഇങ്ങനത്തെ മൗണ്ടൈൻസും ഈ ഒരു ട്രക്കിങ്. പിന്നെ ഇപ്പൊ വെതർ ആണെങ്കിൽ അടിപൊളിയാണ്, സമ്മറാണ്. ഒരു രാവിലെ 5 മണിയൊക്കെ ആകുമ്പോ ഇവിടെ സൺറൈസ് ആവൂലേ? 3 മണിയോ സൺറൈസ്? ഓ, അത്രയും രാവിലെ ആവുമോ? ഓക്കെ, ഇപ്പൊ ഒരു 3:30-4 മണി ആകുമ്പോ തന്നെ രാവിലെ സൺറൈസ് വരും. പിന്നെ നൈറ്റ് ആണെങ്കിലും ഒരു 10 മണി വരെയൊക്കെ എന്തായാലും വെളിച്ചം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡേ ഒരുപാടുള്ളതുകൊണ്ട് നമ്മളിപ്പോ ലേറ്റായി എണീച്ചാൽ പോലും, ഇപ്പം ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ലേറ്റായി എണീച്ചാൽ തന്നെ എനിക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാനെല്ലാം ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇന്നിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഫ്രഷ് ആവാൻ പോലും പോയിട്ടില്ല, പല്ല് പോലും തേക്കാണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഫുള്ള് ഇവിടെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സമാധാനം. കാനഡയിൽ ഫുള്ള് ടൊറൻഡോയിലെല്ലാം ഫുൾ ബിൽഡിങ്സ് മാത്രം കണ്ടിട്ട് വീഡിയോസ് പോലും എടുക്കാൻ എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നോക്ക്, ഫുൾ പച്ചപ്പ് കണ്ടിട്ട് എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു. നമ്മളിതാ ഗ്ലെൻകോ ഹൈലൻഡ്സിൽ എത്തിയിട്ടുണ്ട് അല്ലേ? എന്ത് അടിപൊളിയാ നോക്ക്. സ്വിറ്റ്സർലൻഡ് പോലെ ഇവിടെ കാണാൻ അടിപൊളിയാണ്. പക്ഷെ സ്വിറ്റ്സർലൻഡിനെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് എനിക്ക് ചില സ്ഥലങ്ങൾ തോന്നുന്നത്. സ്വിറ്റ്സർലൻഡിൽ കുറച്ചുകൂടെ ഓവർ ക്രൗഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇവിടെ കണ്ടോ, ഇപ്പം ഈ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ആൾക്കാരെ കണ്ടു. പക്ഷെ വരുന്ന വഴിക്കൊന്നും ആൾക്കാരൊന്നും കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് രസം നോക്ക്. വാവ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ അറ്റത്ത് കണ്ടോ, ആ അരുവി ഉണ്ടോ, അവിടെയൊക്കെ പോയി ക്യാമ്പ് ചെയ്യണം. നോക്ക്, നല്ല ഗ്രീനറി. എനിക്ക് ഈ ഗ്രീനറി കണ്ടിട്ട് ഭയങ്കര സമാധാനം. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ മൊത്തം ഗ്രീനറി ഉണ്ട്. ഇത് അങ്ങോട്ടൊന്നും നമുക്ക് നടന്നു പോകാൻ പറ്റുമോ അറിയില്ല. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാനില്ല, ആ അറ്റം വരെ പോയിട്ട് നടന്ന് കാണാൻ വേണ്ടി
തോന്നുന്നുണ്ട് കേട്ടോ. ആ മല കണ്ടോ, ആ മല എന്ത് രസാ, വാ ഫുൾ ഗ്രീൻ, അടിപൊളി തന്നെ. നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ഇത് നോക്ക്, അടിപൊളി സംഭവമാണ് കേട്ടോ. സാധാരണ യൂറോപ്യൻ കൺട്രീസിൽ കാണുന്ന പോലെ ഇവിടെ എത്തിയപ്പോ ഫുൾ ഡ്രസ്സിങ് വെറൈറ്റി, പാട്ട് എന്തൊക്കെയോ കേൾക്കുന്നു. ഭയങ്കര ആ ഒരു ഫീൽ ഗുഡ്, അടിപൊളി. നോക്ക്, ഭയങ്കര റിലാക്സിങ്, സമാധാനം. ഐ ക്യാൻ ഫീൽ ദ സമാധാനം ഹിയർ, സീരിയസ്ലി. ഇതെന്താണ്, എന്താണത്? അതിന്റെ പേരാണ് സ്കോട്ടിഷ് ടാർട്ടൻ കിൽറ്റ്. അതുണ്ട് ഒരു പാവാട മാതിരി. അതിന്റെ പേരാണ് ടാർട്ടൻ കിൽറ്റ്. മ്യൂസിക് എന്താ ഏറ്റവും കോമഡി എന്താ അറിയോ, അതിന്റെ ഉള്ളിൽ ഇവര് സെറ്റ് ചെയ്തില്ല അത്ര. സീരിയസ്ലി ഞാൻ വെറുതെ അറിഞ്ഞല്ല കാര്യം. കാറ്റടിച്ചാല് കാറ്റടിച്ചാൽ നല്ല കാറ്റുള്ളിൽ പോവും. സത്യം ആ കാര്യം അറിയണത്. ഇത് എനിക്കും അറിഞ്ഞില്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ ഗൂഗിൾ നോക്കിയപ്പോ അപ്പഴാ മനസ്സിലായത് പാവാടന്റെ ഉള്ളിൽ സെറ്റ് ഇടാത്തതുകൊണ്ട് അതിന്റെ പേരാണ് കിൽറ്റ്, സ്കോട്ട്ലാൻഡ് ട്രഡീഷണൽ ക്ലോത്ത്. കൊള്ളാം. ഇത് ഈ പാട്ട് എന്താ സംഭവം? കുടുങ്ങിയല്ലോ. അതായത് ഈ യാതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ പാവാട ഇടുന്നവരൊക്കെ ഈ പീപ്പിളിങ് കൊണ്ട് ഊതലും ഉണ്ട്. അങ്ങാടിയിലൊക്കെ ഉണ്ടാലും ഉണ്ട്. മറ്റേ പ്രിൻസസ് സ്ട്രീറ്റ് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ട് എഡിൻബറയിൽ. അങ്ങോട്ട് പോകുമ്പോ കാണാം. ഇവിടെ 6 വർഷം എന്നിട്ട് എന്തോ പീപ്പി ആയിട്ട് എനിക്ക് അതിന്റെ പേരറിയോ, പീപ്പിളി ആയിട്ട് നടക്കുന്നത് മാത്രം അറിയാം. നമ്മള് മലപ്പുറം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വരുള്ളൂ. അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാ സിൽസ് പറ, സിൽസ് പറ. സിൽസില് പള്ളിയിൽ അവരുടെ പറ, അവരുടെ പറ, അവരുടെ എന്തായാലും അറിയാം. അവരുടെ പറ, പറ. ട്രഡീഷണൽ ഡ്രസ് ആവും. ഡ്രസ് എടുത്ത സമയത്ത് എന്തായാലും ട്രഡീഷണൽ സോങ് ആയിരിക്കും അല്ലേ? ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് ആ പുള്ളിക്കാരൻ്റെ ആ ഒരു പാട്ടും ആ വ്യൂ കൂടെ വന്നപ്പോൾ ഭയങ്കര അടിപൊളി. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറക്കുന്നതിന്റെ ഡ്രസ്സ് നോക്കി കഴിഞ്ഞാൽ കാണാം. അടിപൊളി. വാ, ഇവിടുത്തെ പോകാനേ തോന്നുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ സ്റ്റേ ഒക്കെ ചെയ്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി ഭയങ്കര അടിപൊളി. ആ ഒരു പാട്ടും ആ കാറ്റും കൂടെ ഭയങ്കര റിലാക്സിങ്. സ്കോട്ട്ലൻഡ് അടിപൊളിയാന്ന് ഞാൻ കേട്ടു. പക്ഷെ അത് നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഭയങ്കര അടിപൊളിയാന്നുള്ളത്. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിട്ടല്ലോ ഭയങ്കര ഗ്രീനറിയാണ് ഇഷ്ടം, നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീനറി. ഇവിടെ കുറേ ആൾക്കാർ ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നോക്ക്, അതുവഴി അങ്ങനെ കയറി പോകണം. നോക്കിയേ, നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുന്നില്ല. പിന്നെ ടൈമും കുറവാണ്. നമ്മൾ കുറേ സ്ഥലങ്ങൾ നമുക്ക് വീണ്ടും കാണാനുണ്ട്. എനിക്ക് തോന്നുന്നു ആ മലേൻ്റെ മുകളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ. കുറേ പേര് ബൈക്കിലൊക്കെ ഇതുവഴി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നോക്ക്, മുകളിലൊക്കെ ഇങ്ങനെ സ്കൈ ഒക്കെ ക്ലിയർ ആയിട്ട്. ഇത്രയും ദിവസം വെയിലുണ്ടായില്ല. ഇന്നാണ് ഇപ്പം ഞാൻ വന്നപ്പോൾ വെയിൽ വന്നതെന്ന് പറയുന്നത് കേട്ടോ. വെയിലും കൂടെ ഉള്ളപ്പോൾ ആ ഗ്രീനറിയിൽ ഇങ്ങനെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ എന്ത് രസമാണ്. വാവ്. പിന്നെ അതേ കുറേ പൂക്കളൊക്കെ ആയി. വാവ്, ബ്യൂട്ടിഫുൾ. എനിക്കിങ്ങനെ ആ ഒരു ഗ്രീനറി കാണുന്ന സമയത്ത് ആ ഒരു ഫീൽ കിട്ടുക, എന്താ പറയുക, ശരിക്കും ഭയങ്കര അടിപൊളി. എനിക്ക് സ്വിറ്റ്സർലൻഡിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു സ്കോട്ട്ലൻഡ്. പിന്നെ ഈ സ്ഥലത്തിനെ പറയുന്നത് 3 സിസ്റ്റേഴ്സ് എന്നാണ് കേട്ടോ. മേ ബി ഒരേപോലെ ഇരിക്കുന്ന 3 മൗണ്ടെയിൻസ്. ഇത് രണ്ടും വളരെ സിമിലർ ആയിട്ടിരിക്കുന്നു, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ 3 മൗണ്ടെയിൻസ് ഒരുമിച്ച് നിൽക്കുന്ന 3 സിസ്റ്റേഴ്സാണ്. എന്തായാലും 3 സിസ്റ്റേഴ്സ് കൊള്ളാം. എനിക്ക് ഗ്രീനറി ഇഷ്ടം. ഇങ്ങനെ സിറ്റി ടൗൺ ഒന്നും ഇഷ്ടമല്ല. നമുക്ക് ഇതുപോലത്തെ സ്ഥലം വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. ഈ യൂറോപ്പാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഗ്രീനറി ഉള്ള, ഇങ്ങനത്തെ രസമുള്ള, പച്ചപ്പുള്ള യൂറോപ്പാണ് ഇഷ്ടം. അല്ലാണ്ട് ബിൽഡിങ്സും ഓൾഡ് ടൗണും സിറ്റിയൊന്നും ഇഷ്ടമല്ല. ഈവൻ സ്കോട്ട്ലൻഡിലുള്ള ടൗണും സിറ്റി പോലും അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, ആർക്കിടെക്റ്റ് കാര്യങ്ങളൊക്കെയാണെന്ന് കേട്ടിട്ടുള്ളത്. അറിയില്ല, പോയി നോക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പം ഇവിടെ എന്തായാലും അടിപൊളി. ഈ മല ഇങ്ങനെ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ദൂരെയായിട്ട് കാണാൻ പറ്റില്ല. അവിടെയൊക്കെ കുറേ ആൾക്കാർ നടന്നു പോകുന്നത് സൂം ചെയ്തിട്ട് പോലും കാണുന്നില്ല കേട്ടോ. അത്രയും ഇതായിട്ടാണുള്ളത്. ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. ശരിക്കും വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല അതിൻ്റെ റിയൽ ബ്യൂട്ടി. ആ ഗ്രീനറി ആണെങ്കിലും ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. യൂഷ്വലി ഞാൻ ബ്യൂട്ടിഫുള്ളാന്ന് പറയുന്ന പോലെയല്ല, എനിക്കത് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യം. എനിക്ക് തോന്നുന്നു ഒരു തണുത്ത കാറ്റും നല്ല വെയിലുണ്ട്, നല്ല വെതറും
എല്ലാം കൂടെ ആയിട്ടാന്ന് തോന്നുന്നു. ശരിക്കും ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആ കാറ്റിങ്ങനെ അടിക്കുമ്പോ തന്നെ ശരിക്കും ഫീൽ ആവുന്നുണ്ട്. ഇവിടുന്ന് ഇത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വന്നേക്കുവാണ് കേട്ടോ. നടക്ക് പിന്നെ ചുമ്മാ കയറി പോണൊന്നുമില്ല. ട്രക്കിങ്ങിനൊക്കെ ഞാൻ കുറേ പോയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് വാവ് എന്ത് രസമാണ്. എവിടെ നോക്കിയാലും രസമാണ് കേട്ടോ. സത്യം അടിപൊളി അടിപൊളി അടിപൊളി. എന്തൊരു ഭംഗി പൂക്കളൊക്കെ നോക്ക്. വാവ് നല്ല അടിപൊളി പൂക്കള്. പൂക്കളും പുഴകളും പൂങ്കിനാവില്ലരിയും ഭൂമി സുന്ദരം. ണ്ടോ എന്നെ പോലെ ടെൻ്റൊക്കെ അടിച്ച് നിൽക്കണ്. ടെൻ്റ് അടിച്ച് കണ്ടപ്പോൾ ടെൻ്റ് അടിച്ച് നിൽക്കാൻ തോന്നുന്നുണ്ട്. ഫുൾ സെറ്റാ. എന്താ അടിപൊളിയാ. നാച്ചുറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സ്കോട്ട്ലാൻഡ് എന്തായാലും വരണം. മസ്റ്റ് 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 വിസിറ്റാണ്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര അടിപൊളിയായിരിക്കും. നോക്ക് വാവ് വെള്ളച്ചാട്ടം എന്ത് രസാണ്. വേറെ വെള്ളച്ചാട്ടം ഉണ്ടോ? ണ്ടോ ഫുൾ ഗ്രീനാ എങ്ങോട്ട് നോക്കിയാലും. നമ്മളിവിടെ അടിപൊളി ഒരു സ്ഥലത്ത് വന്നിട്ടാണ്. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ട് വ്യൂ നോക്കി. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല തണുത്ത വെള്ളം തോന്നുന്നുണ്ട്. ഇറങ്ങി നോക്കണം അറിയില്ല. ഞാനും ആഷിമും കൂടെ ഇറങ്ങാൻ വേണ്ടി പോണ്. ആ ചാട് നോക്കി ചാട്. ആഴം നമുക്ക് അറിയില്ല. തണുക്കൂല. റെഡി എന്താ തണുപ്പാ ഭയങ്കര തണുപ്പാ. തോന്നാണ്. എടാ കുറച്ചേരം തണുപ്പിൽ നിന്നാലേ മാറുള്ളൂ. തണുപ്പിൽ നിന്നാലേ അത് മാറുള്ളൂ. തണുപ്പിൽ നിന്നാലല്ലേ അത് മാറുള്ളൂ. ആഴില്ലേ? എടാ തണുപ്പിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്നാലേ മാറുള്ളൂന്ന്. എന്ത് വ്യൂ ആ നോക്കി കണ്ടോ. ദേ ഇവിടെ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, ഇത്രയും ബ്യൂട്ടിഫുൾ വ്യൂ. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്ത് വേണം? നീ നിക്ക് നിക്ക് എണീച്ച് നിക്ക്. അവിടെ ആളുണ്ടാ? അവിടെ കുറച്ചാ. എനിക്ക് നീന്താറില്ല അതാ ചോദിക്കണ്. ആ അപ്പൊ എനിക്ക് നീന്താൻ പറ്റില്ല. അപ്പുറം അവിടെ ആഴം കൂടുതൽ കുറവാന്ന് തോന്നുന്നു. അവിടെ നിൽക്കാ അറ്റത്ത് പോയിട്ട് നിൽക്കാം. എനിക്ക് അല്ല തന്നെ വെള്ളം പേടിയാണ്. ഇവിടെ നോക്കി ഭയങ്കര തണുപ്പാട്ടോ. ഞാൻ വിചാരിച്ചു ഇത്ര തണുപ്പില്ലാന്നാണ്. പക്ഷെ എനിക്ക് നീന്താറില്ല. ഇറങ്ങുന്ന സമയത്ത് തണുപ്പില്ല. ചെറിയ തണുപ്പുണ്ടോ? ഭയങ്കര തണുപ്പുണ്ടോ? ഞാൻ മാറുന്നോ? ഇല്ല സീല്ല. ഇവിടെ ആയില്ല. ഇല്ല ആയില്ല. പറഞ്ഞോ വീഡിയോ പറഞ്ഞോ. നല്ല രസമുള്ള വെള്ളം. നല്ല രസം. ഇപ്പൊ സെറ്റ് ആയിട്ടോ. കുറച്ചേരം ഇവിടെ നിന്ന് വെള്ളത്തിൽ നിന്നപ്പോ ഇവിടെ വരെ ഓക്കെയാണ്. തണുപ്പൊക്കെ ഓക്കെ ആയി സെറ്റായി. അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അവരവിടെ ആ അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോയിരിക്കാം കേട്ടോ. വാ വെയിലും കൂടെ അടിക്കുമ്പോ സെറ്റ്. നോക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഈ വെള്ളം വാ
I mean fall in love with Scotland. Wow. അങ്ങനെ ഇന്നത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഇതേ ബാഗ് എടുത്തിട്ട് തിരിച്ചു പോവാണ്. ഇതേ അവിടെ വേറെ 2 ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നോക്ക് എന്ത് രസമാണ് അറിയോ, അടിപൊളി. എനിക്ക് പോകാനേ തോന്നില്ല, പക്ഷെ ഇവിടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണം, അതുകൊണ്ട് നമ്മൾ പോവാണ്. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്, അപ്പോൾ തണുപ്പ് അത്രയും ഓക്കെ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇറങ്ങാൻ പറ്റൂ. ഈ റോഡിൻ്റെ ഈ വ്യൂവും എല്ലാം ശരിക്കും അടിപൊളിയാണ്. ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ നൈസാണ്. ഞാനപ്പോൾ ഇതാ ബാഗ് പാടെ എടുത്തിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി വന്നത്. അതിൻ്റെ മലേൻ്റെ മുകളിലേക്കൊക്കെ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റും, പക്ഷെ അങ്ങോട്ട് കയറണമെങ്കിൽ ടൈം ഒരുപാടാവും. ഇവിടെ നിൽക്കാനായിട്ട് ടെൻ്റെല്ലാം എടുത്തിട്ട് വരണം. അത്ര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെ നോക്കിയാലും പച്ചപ്പ് കാണുന്നതുകൊണ്ട് സൂപ്പർ, അടിപൊളി അടിപൊളി. എനിക്ക് എന്താണോ ഇഷ്ടം എനിക്ക് അതുതന്നെയാണ് കിട്ടിയത് ഇവിടെ. കാരണം ഈ പച്ചപ്പും വെള്ളച്ചാട്ടവും വെള്ളവും അരുവിയും അതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതല്ല ഇവിടെ ഉള്ളത്. അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓ എത്ര രസം, എവിടെ നോക്കിയാലും അടിപൊളിയാണ് കേട്ടോ. നോക്ക്, വാവ് എന്ത് രസമോ, അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഗ്രീനറിയും ആ പൂക്കളും എല്ലാം ആയിട്ട്. എന്ത് രസം നോക്ക്, ആ വെള്ളച്ചാട്ടവും കണ്ടോ, വെള്ളം അവിടെയും വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ അവര് വീണ്ടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടണോന്ന് പറയുന്നുണ്ട് കേട്ടോ. ചാടുന്നുണ്ടോ ഇനി വെള്ളത്തിലേക്ക്? ചാടുന്നോ? ഇല്ലേ? ട്രൗസർ കിട്ടിയില്ലേ? എന്താ നോക്ക്, വാവ് എന്ത് രസാ, അടിപൊളി. പൂക്കൾ തന്നെ വെറൈറ്റി പൂക്കൾ ഇല്ലേ, അടിപൊളി അടിപൊളി. നോക്ക് ഇവിടെ എല്ലാരും സെറ്റായിട്ട് സമ്മർ ആയിട്ടില്ലേ, ഇവർക്കൊക്കെ സമ്മർ ആയിരിക്കുമല്ലേ ഇഷ്ടം. ഇപ്പൊ ഇവിടെ വിന്റർ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇതെന്താ കളർ ഇങ്ങനെ, ബ്ലഡോ? അയ്യോ റെഡ് കളറ്, എന്താ ഇങ്ങനെ? കല്ലിന്റെ കളറാ? വെള്ളത്തെ ഇങ്ങനെ കളറ്, വെള്ളത്തിന്റെ കളർ നോക്കി, അത്ഭുതം കേട്ടോ. അത് കളർ കണ്ടോ, സീരിയസ്ലി. ഈ വെള്ളത്തിക്കോ, ഈ ചെളി വെള്ളത്തിലോ? ചെളിയല്ല, ഇതെന്താ പിന്നെ ഇങ്ങനെ കളറ്? എന്താ ബ്രൗൺ കളർ? ചാടിയോ? ചാടോ? എന്ത് വൈബാലേ, ബീറൊക്കെ അടിച്ച് ഇവിടെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഓ കളർ നോക്കി, വേറെ തന്നെ ഒരു കളർ. മീനുണ്ടോ? ഓ എന്ത് രസാണ്, അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാം അവിടെ ഭയങ്കര മാജിക്കൽ ആയിട്ട് ഫീൽ ചെയ്യണേ. ഇവരെല്ലാരും ഇവിടെ നിന്ന് ചാടി എന്നാണ് കേട്ടോ പറയുന്നത്. ചാടി എന്താ പറയുക, ഞാൻ ചോദിക്കുകയാണെങ്കിൽ ടേസ്റ്റ്, വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഓരോ മിനറൽസ് മിക്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ കളർ വേറെ, അല്ലെങ്കിൽ ടേസ്റ്റ് സ്മെല്ല് അങ്ങനെയൊന്നും വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടാം. നല്ല ആഴുണ്ട്, നല്ല ആഴുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. നീ ഇതിന് മുന്നേ ചാടിയിട്ടില്ലേ ഇവിടെ? ഓ അടിപൊളി അടിപൊളി അടിപൊളി, വാവ് സെറ്റ്. ചാടിയിട്ടുണ്ടല്ലേ, മുന്നേ വന്നിട്ട് ഉണ്ട്, മുന്നേ വന്നപ്പോ ചാടിയിട്ടുണ്ട്, അടിപൊളി സെറ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചാടി, അവിടെ നല്ലല്ലേ ചാടിയേ? ഇവിടുന്നാ ചാടിയേ? എത്ര ചാടിയാലും കുഴപ്പമില്ല, സെറ്റ്. ഓ എനിക്കും അങ്ങനെയൊക്കെ ചാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് വെള്ളം പേടിയാണ്, ഞാൻ ചാടൂല. ഇവിടെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നാലും നമുക്ക് ബോറടിക്കൂല കേട്ടോ. ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കാൻ തോന്നും. എന്നാലും കളർ കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അവരെടുത്ത് ചാടി കേട്ടോ. നേരത്തെ ഇവിടെ 2 പേരുണ്ടായില്ലേ, അതിലൊരാളെടുത്ത് ചാടി. എവിടെ പോയി ചാടിയിട്ട്? Where is the guy? Okay, okay. അതേ വേണ്ട, അത് കൂടെ പോയി ചാടി ചാടി അതുവഴി പോയി. ഇനിയും ചാടാനുള്ള പരിപാടിയാണോ അതോ എന്താ അവസ്ഥ? ചാടാൻ വേണ്ടി നിൽക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ചാടൂ, വേഗം ചാടൂ. അതോ അങ്ങോട്ട് കേറാൻ വേണ്ടിട്ടാണോ? ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു അയാള് അതുവഴി കേറിയിട്ട് ഇതുവഴി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുവഴി കേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെയൊക്കെ ചാടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പേടിയാ. ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയാ. എന്തായാലും അവനൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ട് മുന്നേ വന്ന സമയത്ത് കേട്ടോ. നീന്തൽ അടിപൊളിയായിട്ട് അറിയുന്നവർക്ക് സെറ്റാണ്, ഒരു പേടിയും പേടിക്കാനില്ല. അയ്യോ അതിൻ്റെ മുകളിൽ പോയിട്ട് ചാടാൻ വേണ്ടി പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കാണ് ഇപ്പോൾ ടെൻഷൻ. ആളാണ് ചാടുന്നത്, പക്ഷെ എനിക്കാണ് ടെൻഷൻ. ഞാനെന്തിനാണ് ടെൻഷൻ ആവുന്നത്? എല്ലാവരും അവിടെയൊക്കെ പോയി ചാടുന്നുണ്ടാവും കേട്ടോ. അവരൊന്നാമത് ബിയറൊക്കെ കുടിച്ചിട്ട്
വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം ഉണ്ടാവും. അയ്യോ ചാടാൻ പോണ ചാടും, ആഴം ഉണ്ടാവും, ആഴം ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ചാട് ചാട് ചാടല്ലേ. അയ്യോ ചാടാൻ പോവാ. അയ്യോ ചാടി. ഇതേ റെഡി 1 2 3. അടിയില്ലേ ചാടാൻ പോവോ, പറന്നൊന്ന് ചാടാൻ പോവാട്ടോ. റെഡി 1 2 3. ചാട് 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 ചാടിക്കോ, ചാട്. ടെൻഷനാക്കല്ലേ എന്നെ, ഒന്ന് പെട്ടെന്ന് ചാടോ. ടെൻഷൻ ആവണം എന്തിനാ, ഇവിടുന്ന് ചാടി അതേ ആഴം തന്നെയല്ലേ അവിടെയുള്ളൂ. ഓടി വന്ന് ചാടാൻ വേണ്ടിയിട്ടാണ്, ഓടി വന്ന് ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. ദേ ചാടി. ഓ അടിപൊളി അടിപൊളി അടിപൊളി. സെറ്റ് സെറ്റ് സെറ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. നൈസ്. നോക്ക് ഇതേ രീതി പോണ്. സെറ്റ് കേട്ടാ. നീന്താ അറിയുന്നവർക്കും പേടിയില്ലാത്തവർക്കും സെറ്റാണ് അങ്ങനെയൊക്കെ ചാടാൻ, അങ്ങനത്തെ അഡ്വഞ്ചർ. ഇവര് ബീർ കുടിച്ചോണ്ടിരിക്കുമ്പോ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി അവരെനിക്ക് ഫുള്ളായിട്ട് തന്നു. പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് വേണ്ടെന്ന്. താങ്ക് യു. ഫുള്ളായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ചെറുത് ഞാൻ ട്രൈ ചെയ്യുവാണ്. ഞാനങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴും കുടിക്കാറുള്ളൂ. പക്ഷെ എല്ലാവരുടെയും പോകുമ്പോൾ ഞാൻ പുതിയ ബിയേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്. ഇവിടുത്തെ English big well, yeah. Something you feel like big well. കൊള്ളാം, നല്ല ബിയർ, നല്ല വൈബ്. ഇവിടെ ഈ ഒരു എന്താ പറയുക ആംഗിളില് ബിയറൊക്കെ അടിച്ച് ആഹാ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ അടിപൊളി വൈബാണ് കേട്ടോ. അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പച്ചപ്പ് ഈ സ്ഥലം കാണുന്ന സമയത്ത് ഇവിടെ തന്നെ ടെന്റ് അടിച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് കുക്കൊക്കെ ചെയ്ത് ഫുൾ റിലാക്സ് ചെയ്തിരിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി മൈൻഡ് റിലാക്സ് ആണ്. പക്ഷെ മൊത്തത്തിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ നാച്ചുറൽ ഡിസോൾവ് ആയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ഫീൽ ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ടെന്റ് ഒന്നും ഇല്ലാണ്ടാണ് എടുത്ത് വന്നിട്ടുള്ളത്. ഇനി വരുമ്പോൾ എന്തായാലും ഫുള്ള് സ്റ്റേ ആകുന്ന ഭാഗത്തിന് വന്നിട്ട് സെറ്റാക്കണം. പിന്നെ കുക്ക് ചെയ്യാനുള്ളത് ഒന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ ആക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ആ മല കണ്ടോ, മല മൊത്തം ഗ്രീനായിട്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഗ്രീനും വെള്ളച്ചാട്ടവും. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല നിങ്ങൾ, അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. ഭയങ്കര പീസ്ഫുള്ളാണ്, അധികം ക്രൗഡൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. തിരിച്ച് നമ്മൾ ചെറിയ ഇവിടെ ഒരു ടൗണിലെത്തി. സോ നമ്മളിത് ഇവിടെ എന്തൊക്കെയോ കുറേ തിന്നാനുള്ള ഹേസൽനട്ട് ചോക്ലേറ്റ്, അവിടെ ഐസ്ക്രീം, മോൺസ്റ്റർ എന്തൊക്കെയോ മേടിച്ച് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് ഇനി നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതൊക്കെയോ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.